ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഹസ്കർ പറഞ്ഞതുപോലെ ഈ അൻവർ ഒറ്റയ്ക്കല്ല, അങ്ങനെയല്ല കാര്യങ്ങൾ. നമ്മൾ നോക്കുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പിന്തുണ മാത്രമല്ല, നമ്മൾ കാണേണ്ടത് ഇവിടെ മുൻ മന്ത്രിയായിട്ടുള്ള KT ജലീൽ അദ്ദേഹം ഇന്ന് പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് പോലീസിലെ പ്രമുഖരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയുന്നത് വരെ പോരാട്ടം തുടരുമെന്നാണ്. പോലീസിലെ ഇത്തരത്തിൽ അഴിമതി വീരന്മാരായി ഇരിക്കുന്നവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് വരെ പോരാട്ടം തുടരും. അതിനുവേണ്ടി ഇനി അദ്ദേഹം മത്സരിക്കാനേ ഇല്ല, ഇനി മത്സരിക്കാനൊന്നുമില്ല. ഇത്തരം അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിനാണ് അദ്ദേഹം ഇറങ്ങുന്നത്. KT ജലീലിൻ്റെ വാക്കുകളാണിത്. അതുകൂടാതെ പ്രതിഭ MLA പരസ്യമായി ഫേസ്ബുക്കിൽ അൻവറിന് പിന്തുണയുമായി ഇട്ടിരിക്കുന്നു. അതേപോലെ തന്നെ കാരാട്ട് റസാക്ക്, ഇവരൊക്കെ PV അൻവറിനെ പിന്തുണയ്ക്കുകയാണ്. ഇത്തരത്തിൽ ഈ തിരുവായ്ക്ക് എതിർവായ ഇല്ല എന്നുള്ള നിലയിൽ പിണറായി വിജയന് എതിരെ പറയാൻ ആരും തയ്യാറല്ല, പിണറായിക്കെതിരെ പറയാൻ ആർക്കും ധൈര്യമില്ല എന്നുള്ള സമയത്താണ് അൻവർ മുന്നോട്ട് വരുന്നത്. അൻവറിന് പിന്തുണയുമായി ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ തന്നെയല്ലേ നമ്മൾ അൻവറിൻ്റെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നു. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രിൻറ്റു മഹാദേവ്. തീർച്ചയായും. കാരണം നമുക്കറിയാം, ഇതിനകത്ത് നമ്മൾ ഈ തമാശ രൂപത്തിലാണെങ്കിൽ പോലും നമ്മൾ പറയാറുണ്ട് ഈ മാപ്പിള സഖാക്കൾ എന്ന് പറയാൻ കാരണം നമ്മളതൊരു മോശമായ അർത്ഥത്തിലല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ മലബാർ മേഖലയിലൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൊക്കെ അവരുടെ പാർട്ടി വളർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും സിമിയിൽ നിന്നൊക്കെയുള്ള ആളുകളെ കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് അവർക്കൊരു പ്രാമുഖ്യം കൊടുത്ത് അവരെ MLA-മാരും MP-മാരും ഒക്കെ ആക്കാനുള്ള വലിയൊരു ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലബാറിൽ നടത്താറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ ഈ മാപ്പിള സഖാക്കൾ സത്യത്തിൽ ഇപ്പോൾ അവിടെ വലിയൊരു ശാന്തിയും സമാധാനത്തിനും ഒന്നുമില്ല. കാരണം അധികാര കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് റഹീമിനെ പോലെയുള്ള, ഷംസീറിനെ പോലെയുള്ള, റിയാസിനെ പോലെയുള്ള ആളുകൾ വന്നപ്പോൾ ഇവരൊക്കെ ഒരു രണ്ടാം നിരക്കാരായി മാറിയ തോന്നൽ ഈ അൻവറിനും ജലീലിനും അടക്കമുള്ള ആളുകൾക്കുണ്ട്. അപ്പോൾ അവർ ഒരു കൂറുമുന്നണിയായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നു. ഇപ്പോൾ കാരാട്ട് റസാക്കം അടക്കമുള്ള ആളുകളുടെ പ്രസ്താവന, ജലീലിൻ്റെ പ്രസ്താവന, അൻവറിൻ്റെ പ്രസ്താവന, പിന്നെ നമ്മൾ ആലപ്പുഴ MP കുറേ കാലങ്ങളായിട്ട് അവർ വിമത സ്വരൂപത്തിൽ ഫേസ്ബുക്കിനകത്താണ് പ്രതിഭ വിമത സ്വരത്തിൽ അവർ പല കാര്യങ്ങളും അവർ പാർട്ടിയെ വിമർശിക്കാറുണ്ട്, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ മാപ്പിള സഖാക്കളുടെ ഒരു കൂറുമുന്നണി അവർ UDF-ന് അനുകൂലമായിട്ട് വേണമെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഏത് നിമിഷവും അവർക്ക് സ്വീകരിക്കാവുന്ന രീതിയിൽ അവർക്ക് ഒരു പ്ലാറ്റ്ഫോം അപ്പുറത്തുണ്ട്. അപ്പോൾ അവർ രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ അൻവർ ഈ ഒരു, നമുക്കറിയാം അൻവറിനെ പോലെ രാഷ്ട്രീയ ബുദ്ധിയും കുശാഗ്ര ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് അവർക്കുണ്ട്. പിന്നെ നേരത്തെ അസ്കർ സാറ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ വൈദഗ്ധ്യം തെളിയിച്ച ആളാണ് ശശി. അദ്ദേഹം എന്ത് വൈദഗ്ധ്യമാണ് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത്? അദ്ദേഹം 96 നായനാർ മന്ത്രിസഭയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വരുന്നു. അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം എന്തായിരുന്നു? അദ്ദേഹം സത്യത്തിൽ ഇടത് വലത് മുന്നണികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞാലിക്കുട്ടിയെ അടക്കം ഐസ്ക്രീം കേസുകളിൽ നിന്ന് വിമുക്തനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടനിലക്കാരനായിട്ടുള്ള ഒരു പാലമായിട്ടാണ് വർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപരമായ മികവ് കൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് വന്നു, അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം തെളിയിച്ചല്ലോ. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിട്ടുള്ള CKP അങ്ങ് സൂചിപ്പിച്ചല്ലോ, വിനോദ് സാർ സൂചിപ്പിച്ചല്ലോ, CKP മകളെ നിങ്ങൾ മനസ്സിലാക്കി, CKP മകളാണ് അദ്ദേഹത്തിനെതിരെ അലിഗേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളത്. പിന്നീട് നിങ്ങൾ നോക്കൂ, കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന CKP-യെ പിന്നെ നമ്മുടെ മുഖ്യധാരയിൽ എവിടെയും കാണുന്നില്ല. 10 വർഷത്തിന് ശേഷം വീണ്ടും ഈ ശശി വരുന്നു. ഈ ശശിയെ കൃത്യമായിട്ട് എവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു? പൊളിറ്റിക്കൽ സെക്രട്ടറി. നേരത്തെ ഈ സക്രിയ സാർ പറഞ്ഞല്ലോ, ഈ ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് കുറ്റവിമുക്തനാക്കപ്പെട്ട ആളാണ് ശശി. കാരണം പാർട്ടി ഓഫീസിനകത്ത് നടന്ന ഒരു പീഡന പരാതി, ആ പീഡന പരാതിയിൽ ആരാണ് തെളിവ് കൊടുക്കുക? ശശിക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. തെളിവുകളുടെ അഭാവത്തിലാണ് ശശിയെ വെറുതെ വിടുന്നത്. അങ്ങനെയുള്ള ഈ ശശിയെ വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വെച്ചതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. കാരണം എന്താണ്? ഇവിടുത്തെ ഉദ്യോഗസ്ഥ മേധാവിത്വന്മാരും ഇടത് വലത് മുന്നണി സമാന്തരമായിട്ടുള്ള ഒരു നല്ല ഇടനിലക്കാരനാണ് ഈ ശശി, ഒരു ദല്ലാളാണ് ശശി. അങ്ങനെ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകുന്ന ഒരു ദല്ലാൾ ആവശ്യമാണ്. അതുകൊണ്ട് അസ്കർ സാർ ഈ ശശിയുടെ പാരമ്പര്യമൊന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങ് സ്വയം ചെറുതാവല്ലേ. ഞാൻ അതാ പറഞ്ഞു, അസ്കർ സാറിനെ പോലെ ഞാൻ അത്യാവശ്യം മാന്യമായിട്ട് നിരീക്ഷണം നടത്തുന്ന ഒരാളാണ്. ഈ ശശിയുടെ ഒരു പശ്ചാത്തലമൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് അറിയാം, എല്ലാ കാലത്തും ഇടനിലക്കാരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദല്ലാൽ രാഷ്ട്രീയത്തിന്റെ തുടക്കക്കാരൻ ഈ ശശിയാണ്. അങ്ങനെയുള്ള ശശിയെ കുറിച്ചിട്ട് നമ്മൾ വാദോരത്ത് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഈ ശശിക്കെതിരെ അൻവർ ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ അൻവറിന്റെ ആരോപണത്തിന് മുന്നിൽ കൃത്യമായിട്ട് ഒരു സംവിധാനമുണ്ട്. ജനങ്ങൾ മാത്രമല്ല, ഒരു സംവിധാനമുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഒരു പവർ ലോബി. ആ പവർ ലോബി പിണറായി വിജയൻ സത്യത്തിന് ഇപ്പോൾ റബ്ബർ സ്റ്റാമ്പാണ്. ഇപ്പൊ നമുക്കറിയാം, പഴയ പോലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പിണറായി വിജയനെ ഒന്നും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് മരുമകൻ അടക്കമുള്ള റിയാസ് അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ലോബി ഇദ്ദേഹത്തെ ഭരിക്കുന്നു.
നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അൻവർ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ കാണണം. ഈ അൻവർ ഉന്നയിക്കുന്നത് നമ്മൾ പറയല്ലേ, ഈ സ്വർണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണം പൊട്ടിക്കൽ മുന്നണിയാണ്. ഈ സ്വർണം കടത്തുന്ന ആളുകൾക്ക് പ്രശ്നം ഉണ്ടായതിന് പിന്നിൽ അൻവറിന് പ്രശ്നമുണ്ട്. നമ്മൾ മനസ്സിലായി, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ പി ജയരാജന്റെ മകനടക്കമുള്ള ആളുകൾ ഈ സ്വർണം പൊട്ടിക്കൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതേസമയത്ത് പി വി അൻവറിന്റെയും ഈ കെ ടി ജലീലിന്റെ അനുയായികളുടെ മെയിൻ പരിപാടി സ്വർണം കടത്തലാണ്. അപ്പൊ സ്വർണം കടത്തൽ മുന്നണിയും സ്വർണം പൊട്ടിക്കൽ മുന്നണിയും തമ്മിലുള്ള പ്രശ്നമാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അപ്പൊ അതിനർത്ഥം സ്വർണം പൊട്ടിക്കുന്ന ഒരു വിഭാഗത്തിനെ സംരക്ഷിക്കുന്നു ADGPയും ഭരണകൂട സംവിധാനം. സ്വർണം കടത്തുന്നവർക്ക് സ്വർണം കടത്താൻ സാധിക്കുന്നില്ല. അപ്പൊ സത്യത്തിൽ ഈ കേരളത്തിലെ കള്ളക്കാരുടെ കൊള്ള സംഘത്തിന്റെയും പരസ്പരം ഏറ്റുമുട്ടാൻ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണെന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നിസ്സാര കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ ആക്ഷേപങ്ങളെല്ലാം വരുന്നത്.